Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് ഓണം കാർഷിക വിപണനമേള ആരംഭിച്ചു. കാർഷിക വികസന ബാങ്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന 5 ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണം കാർഷിക വിപണനമേള സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. വായ്പ പൂർണ്ണമായി എഴുത്തള്ളാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതെന്ത് നഷ്ടം വന്നാലും നമ്മൾ ആ റീബിൽഡ് വയനാട് എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് മണ്ണാറക്കണ്ണിൽ തന്നാലായാലും എന്ന് പറഞ്ഞ പോലെ നമ്മളും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താ പുസ്തകത്തിലേക്ക് ആദ്യകാലത്ത് പഠിച്ചിരിക്കുന്നതിനാണ് കേരളം ഒരു കാർഷിക രാജ്യമാണ്. ഇതൊക്കെ പോയി കാർഷിക രാജ്യമാണെന്ന് പറയുന്നത് കൊണ്ട്. എന്നാൽ പക്ഷേ ഇവിടെ അതല്ല. ഏതാണ്ട് 5 ഫാർമേഴ്സ് ക്ലബ്ബ്, എനിക്ക് പോലും 2 ഫാർമേഴ്സ് ക്ലബ്ബ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നാസറിന് 5 ഫാർമേഴ്സ് ക്ലബ്ബുകൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വലിയ ശ്രമിച്ചിട്ടാണ് 2 ഫാർമേഴ്സ് ക്ലബ്ബ് പോയത്. ഇവിടെ 5 ഫാർമേഴ്സ് ക്ലബ്ബ് ഉണ്ടാക്കാൻ പോയി. ഈ ഫാർമേഴ്സ് ക്ലബ്ബുകൾക്ക് നേരത്തെ പറഞ്ഞാൽ ഈ ഒരുപാട് സൗകര്യങ്ങൾ വരാൻ പോയാണ്. നബാർഡ് ഇതിൻ്റെ വിസിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പോയിട്ടുണ്ടെന്നറിയാം, ടൂർ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ക്ലബ്ബുകാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പോയില്ലേ, അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ വേറെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് വേറെ പുതിയൊരു പദ്ധതി വരുന്നുണ്ട്. FPO എന്ന് വെച്ചാൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. അത് ഇതിൻ്റെ കീഴിൽ തന്നെ ഈ ക്ലബ്ബ് പോലെ തന്നെ വീണ്ടും കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവർ ഉൽപ്പാദിക്കുന്ന സാധനങ്ങൾക്ക് വളരെ വലിയ വില, ആ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭയങ്കരമായ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊരു ബാങ്കാണ് ഒരു 5 ഫാർമേഴ്സ് ക്ലബ്ബ് ഉണ്ടാക്കുന്നെങ്കിൽ ആ ഒരു ഫാർമേഴ്സ് ക്ലബിന് മാത്രം, അതായത് 200 പേര് വേണം. അങ്ങനെ വരുന്നത് അവർക്ക് ഏതാണ്ട് 25 ലക്ഷം രൂപ ആ സ്ഥാപനത്തിന് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായി. ബാങ്ക് പ്രസിഡന്റ് TM നാസർ അധ്യക്ഷനായിരുന്നു. ഈ കൗണ്ടറിൽ നിന്ന് ജനങ്ങൾക്ക് വിതരണം നടത്തുന്നു. ഒരു കാരണവശാൽ ചിലപ്പോൾ ഈ എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ വെച്ചിട്ട് പച്ചക്കറി അല്ലെങ്കിൽ പഴത്തിനൊക്കെ നാടൻ കായതിൻ്റെ വില കർഷകർക്ക് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനുള്ള പൈസ കിട്ടണുള്ളൂ, മിതമായ പൈസ. അതിനുവേണ്ടി ചില വ്യത്യാസം ഉണ്ടായപ്പോൾ അത് നാടൻ സാധനം എന്നുള്ള നിലക്ക് അതാണ്. കുറഞ്ഞ സാധനങ്ങളും അത്യാവശ്യം വിൽക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ചാറ്, മറ്റുള്ള വെളിച്ചെണ്ണ, അതുപോലെ കായ വറുത്തത്, കർക്കിടക, മറ്റു ഓണത്തിൻ്റെ വിഭവങ്ങൾ എല്ലാം ഇവിടെ ഓരോ നമ്മുടെ ഫാർമേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇത് വിശദമായി മനസ്സിലാക്കുകയും ഇതറിയാൻ കൂടിയാണ് അദ്ദേഹം ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി ഈ ഒരു ചെറിയ ചടങ്ങിന് അദ്ദേഹം അവിടെ നിന്ന് വരുന്നതിന് അതിന്റെ താല്പര്യം അതിന്റെ പറയുന്നു. മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് കർഷകരുടെ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ഫാർമേഴ്സ് ക്ലബ്ബുകളിലൂടെ ശേഖരിച്ച് വളരെ കുറഞ്ഞ വിലയിൽ സെപ്റ്റംബർ 12, 13, 14 തീയതികളിലായി ബാങ്ക് പരിസരത്ത് നടക്കുന്ന ഈ മേളയിലൂടെ വിതരണം ചെയ്യും. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ്, ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IK ഗോവിന്ദൻ, പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ, എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാൻ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ VM ജോണി, TA ഗിരീഷ് കുമാർ, ഫൗണ്ടേഷൻ ചെയർമാൻ ES സാബു, വിങ്സ് ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV രമണൻ, തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ PB മൊയ്തു എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, CC ബാബുരാജ്, PK ഷംസുദ്ദീൻ, AP രാധാകൃഷ്ണൻ, PP ഷാജി, വക്കച്ചൻ അമ്പൂക്കൻ, MU ഉമറുൽ ഫാറൂഖ്, സുനിത വിക്രമൻ, CB ജയലക്ഷ്മി, സുബൈദ ബാബു, വിപണനമേള കോർഡിനേറ്റർ മുൻ ബാങ്ക് സെക്രട്ടറി KK ഷൗക്കത്ത് അലി, കൃഷി ഓഫീസർ S സായുജ്, സെയിൽസ് ഓഫീസർ ജെയ്നി മോൾ S, സീനിയർ സൂപ്പർവൈസർ PD ദിനേശ്, ബാങ്ക് ജീവനക്കാർ, ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ, കർഷകർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് സെക്രട്ടറി MG മിനി നന്ദി പറഞ്ഞു. നടിച്ചു പാടിടുവിനുള്ളതു കൊണ്ടോണം കൊണ്ടാടുവിൻ, ചെമ്മെ നടന്നു കുമ്മിയടിക്കുവിൻ, തമ്മിലടുക്കുവാനൊന്നായിടാൻ. സുന്ദരി പെണ്ണിന് പൊട്ടുകുത്താനെത്തി പൊൻപുലരി, തുമ്പക്കിടാവിൻ സ്വയംവരം കൂടുവൻ തുമ്പികളായിരം ചിന്തുപാടി. എടാ മോനെ, നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോണ്ടേ.